ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഏഴാമത്തെ ചാപ്റ്റർ നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് ന്യൂനസംഖ്യകൾ. നമുക്കറിയാം, നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. നാം സാധാരണയായി ഉപയോഗിക്കുന്നത്, ഇപ്പോൾ സാധാരണയായി എണ്ണുന്നതിനും മറ്റും ഉപയോഗിക്കുക എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ. അത് അവിടെയൊന്നും നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിക്കാറില്ല അല്ലേ. പിന്നെ എവിടെയാണ് നാം നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിക്കാറ്? ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം എന്താ പറയുക? ഇപ്പോൾ 30 കുട്ടികളാണെങ്കിൽ 30 കുട്ടികൾ എന്ന് പറയും അല്ലേ. നെഗറ്റീവ് 30 കുട്ടികൾ എന്ന് എവിടെയെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണയായി ഈ നെഗറ്റീവ് നമ്പേഴ്സ് കൂടുതൽ കേൾക്കാൻ സാധ്യത എവിടെയാണ്? ടെമ്പറേച്ചർ പറയുമ്പോൾ കേൾക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ അവിടെ -5 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് കേൾക്കും ഇല്ലേ, കേൾക്കാറുണ്ട്. പിന്നെ നാം ഈ PSC ഉൾപ്പെടെയുള്ള ചില പ്രവേശന പരീക്ഷകൾക്ക് അല്ലേ നെഗറ്റീവ് മാർക്ക് എന്ന് കേൾക്കാറുണ്ട് ഇല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ശരിയായ ഉത്തരം എഴുതുകയാണെങ്കിൽ അതിനിപ്പോൾ ഒരു 4 മാർക്ക് കിട്ടുകയാണെങ്കിൽ അതിന് ആ ഉത്തരം തെറ്റായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് മാർക്ക് കിട്ടുന്നത് -1, -1, അതായത് 1 മാർക്ക് നമ്മളിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നാണ് നമ്മോട് പറയുക. ഇനി ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചറിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഒരു 32, ഇവിടുത്തെ ടെമ്പറേച്ചർ 32 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. ഇനി അത് ചില സ്ഥലങ്ങളിൽ കുറഞ്ഞിട്ട് എന്തായിരിക്കും? 23 ഡിഗ്രി ആവും. അങ്ങനെ കുറഞ്ഞ് ചില സ്ഥലങ്ങളിൽ, അതിനേക്കാൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു 12 ഡിഗ്രിയായി. ഇനി ചില രാജ്യങ്ങൾ എത്രയായിരിക്കും ടെമ്പറേച്ചർ? വീണ്ടും കുറഞ്ഞ് 5 ഡിഗ്രിയൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. അതിനുശേഷം വീണ്ടും ടെമ്പറേച്ചർ കുറയുന്നു 0 ഡിഗ്രി അല്ലേ. ഇത് നമുക്കറിയാം, 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ വെള്ളം ഐസ് ആകുന്ന ടെമ്പറേച്ചറാണ് 0 ഡിഗ്രി. ഈ 0 ഡിഗ്രിയേക്കാളും ടെമ്പറേച്ചർ കുറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ പറയുക? ഇപ്പോൾ 0-നേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ -2 ഡിഗ്രി അല്ലേ, അല്ലെങ്കിൽ -5 ഡിഗ്രി എന്നൊക്കെ നാം പറയാറുണ്ട്. അതായത് 0 ഡിഗ്രിയും വിട്ടിട്ട് വീണ്ടും ടെമ്പറേച്ചർ വളരെ കുറവാണിത് അല്ലേ. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ 12 ഡിഗ്രിയിൽ നിന്ന് ഒരു 7 ഡിഗ്രിയും കൂടി ചൂട് കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് 5 ഡിഗ്രി ആവുന്നത് അല്ലേ. അതായത് 12 ഡിഗ്രി ചൂടിൽ നിന്ന് 7 ഡിഗ്രി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് കിട്ടും? 5 ഡിഗ്രി ആയി അല്ലേ. അവിടുത്തെ ടെമ്പറേച്ചർ 5 ഡിഗ്രി ആയി. ഇനി ഈ 5 ഡിഗ്രിയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ 5 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അതിൽ നിന്ന് വീണ്ടും ഒരു 7 ഡിഗ്രി കുറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പോൾ എത്രയായിരിക്കും ടെമ്പറേച്ചർ? ഇവിടെ 12-ൽ നിന്ന് 7 കുറയ്ക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരുന്നു അല്ലേ. 12 - 7 5. ഇവിടെ നോക്കിയേ, 5 - 7, അതായത് ചെറുതിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? വലുത് കുറയ്ക്കണം. അപ്പോൾ നാം സാധാരണ എന്താണ് ചെയ്യുക? ചെറുതിൽ നിന്ന് നമുക്ക് വലുത് കുറയ്ക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ വലുത് ഏതാണോ 7, വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുന്നു. അതായത് 7-ൽ നിന്ന് 5 കുറയ്ക്കുന്നു. അതിനുശേഷം ആ കിട്ടിയ ഉത്തരത്തിന് ഈ ചിഹ്നം, അതായത് ഒരു മൈനസ് ചിഹ്നം കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 7-ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 2, അതിനൊരു നെഗറ്റീവ് ചിഹ്നം കൊടുത്തു. അപ്പം -2. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്ര വന്നു? 5 ഡിഗ്രി - 7 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് -2 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് ന്യൂനസംഖ്യകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ചില കാൽക്കുലേഷനുകൾ, കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നാം ഈ ക്ലാസ്സിൽ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാൻ എളുപ്പമാണ് അല്ലേ. ഉദാഹരണത്തിന് 10 - 4 നമുക്ക് എളുപ്പത്തിൽ തന്നെ കുറയ്ക്കാൻ പറ്റും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 10 - 4 6. ഇനി നമുക്ക് ചെറുതിൽ നിന്ന് എങ്ങനെ വലുത് കുറയ്ക്കാം അല്ലേ. നമുക്കറിയാവുന്നതാണ്, എങ്കിൽ കൂടിയും ഒരു പ്രാവശ്യം നമുക്ക് വേഗം ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പോൾ 4 - 10, 4-ൽ നിന്ന് 10 കുറയ്ക്കണം. എന്ത് വേണം? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുന്നു. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ നമ്മൾ മൈനസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ചിഹ്നം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, മൈനസ് ചിഹ്നം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 10 - 4 6, -6. ഇനി നോക്കിയേ, 7 - 8 എങ്ങനെ ചെയ്യാം? ഇതേ രൂപത്തിൽ തന്നെ. അപ്പോൾ വലുതിൽ നിന്ന് വലുത് 8ആണ്, മൈനസ് ചെറുത് 7. അപ്പോൾ 8 - 7 കിട്ടുന്ന ഉത്തരത്തിനൊരു നെഗറ്റീവ് ചിഹ്നം കൊടുക്കാം. അപ്പോൾ നമുക്ക് -1. ഇനി 0 - 5 ആണെന്ന് വിചാരിക്കുക. 0-ൽ നിന്ന് നമുക്ക് 5 കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കും? വലുത് 5ആണ്, അപ്പം 5 മൈനസ് ചെറുത് കുറയ്ക്കുക, 0 കുറച്ചു. കിട്ടുന്ന ഉത്തരത്തിനൊരു നെഗറ്റീവ് ചിഹ്നം കൊടുത്തു. അപ്പോൾ എത്ര വരും? 5 - 0 5, ചിഹ്നം നെഗറ്റീവ്. അപ്പോൾ ഇത്രയും നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് -4 + 10 ഇതൊന്ന് ചെയ്യണം. -4ന്റെ കൂടെ 10 കൂട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, ഇതിൻ്റെ ഓർഡർ ഒന്നും കൂടി മാറ്റാം. ആദ്യം നമ്മൾ 10 എഴുതി, അടുത്തത് നമ്മൾ -4 എഴുതി.
വേറെ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി വെച്ചപ്പോൾ നമുക്ക് ശരിയായി കിട്ടി അല്ലേ. അപ്പോൾ 10 - 4 എത്രയാണ്? 6. ഇനി -7 + 8 എങ്ങനെ ചെയ്യും? വലുത് 8 അല്ലേ. അപ്പോൾ ഒന്ന് ഓർഡർ ഒന്ന് മാറ്റി വെച്ച് നോക്കിയാൽ ആദ്യം 8 എഴുതാം, പിന്നെ -7 എഴുതാം. അപ്പോൾ എന്തായി? 8 - 7 1. ഇനി -9 + 12 എങ്ങനെ ചെയ്യും? 12-ൽ നിന്ന് -9 മൈനസ് ചെയ്യാം, അതായത് 3. ഇനി നാം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നാം ഇത്രയും സ്റ്റെപ്പുകൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ഒരു എളുപ്പ വഴി? ഇവിടെ ഓരോന്ന് എടുത്തു നോക്കാം. ഇവിടെ നോക്കിയാൽ 4 - 10 അല്ലേ. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. ഇവിടെയും ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ. അതായത് ഇതെല്ലാം എന്താണ്? 2 വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലേ. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ കൂട്ടാൻ പറ്റുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. എപ്പോഴും മനസ്സിൽ വെക്കുക, 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ഏതാണോ വലുത് അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന് ഏത് ചിഹ്നമാണോ ആ ചിഹ്നം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പുകളൊന്നും ആവശ്യം വരില്ല. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയേ. 4 - 10 അല്ലേ. 2 വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. ഇതാണ് വലുത്, 10 വലുത് അല്ലേ. അപ്പോൾ 10-ൽ നിന്ന് 4 കുറയ്ക്കുക, ഉത്തരം എത്ര കിട്ടും? 6 കിട്ടി. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? മൈനസ്. അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു. ഇനി 7 - 8 വലുത് 8, അപ്പോൾ 8-ൽ നിന്ന് 7 കുറച്ചു, 1 കിട്ടി. വലുതിൻ്റെ ചിഹ്നം മൈനസ്, അപ്പോൾ മൈനസ് ഇട്ടു. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ -4 + 10 വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. വലുത് ഏതാണ്? 10, ചെറുത് ഏതാണ്? 4 അല്ലേ. അപ്പോൾ 10-ൽ നിന്ന് 4 കുറച്ചു, 6 കിട്ടി. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? പ്ലസ്. അപ്പോൾ ഇവിടെ പ്ലസ്. നമ്മൾ സാധാരണ ഇടാറില്ല അല്ലേ. ഇനി ഇവിടെ നോക്കിയേ. -9 + 12 അപ്പോൾ വലുത് ഏതാണ്? 12, ചെറുത് ഏതാണ്? 9. 12-ൽ നിന്ന് 9 കുറയ്ക്കുന്നു, അപ്പോൾ 3 കിട്ടി. വലുതിൻ്റെ ചിഹ്നം പ്ലസ്. അപ്പോൾ നമുക്ക് വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ തെറ്റിക്കരുത്. ഇതേ രൂപത്തിലുള്ള കണക്കുകൾ ഇനി ധാരാളം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത കൊല്ലമൊക്കെ അത് ഇഷ്ടം പോലെ വരും. അപ്പോൾ അവിടെ ഒരു ചിഹ്നം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താവും? നമ്മുടെ ഉത്തരം മൊത്തം തെറ്റിപ്പോകും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി സെയിം ചിഹ്നങ്ങൾ വന്നാലോ? ഒരേ ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ -5 - 2 ഇവിടെ നോക്കിയേ. ഇത് രണ്ടും ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ. 5-നും നെഗറ്റീവ്, 2-നും നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ അവ തമ്മിൽ കൂട്ടാം, എന്നിട്ട് അതേ ചിഹ്നം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 5-ഉം 2-ഉം 7, അതേ ചിഹ്നം നെഗറ്റീവ്. -3 - 1 എന്ത് വരും? 3-ഉം 1-ഉം 4, അതേ ചിഹ്നം. ഇനി -7 - 8 അപ്പോൾ എന്ത് വരും? കൂട്ടുമ്പോൾ 2ഉം കൂടി കൂട്ടി 8-ഉം 7-ഉം 15, അതേ ചിഹ്നം നെഗറ്റീവ്. അപ്പോൾ ഒരേ ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ കൂട്ടുക, അതേ ചിഹ്നം തന്നെ ഇട്ട് കൊടുക്കുക. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ കുറേ സ്റ്റെപ്പുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്കിങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 6 + -2 ഇങ്ങനെ ചില ചോദ്യങ്ങൾക്ക് വരും. 6ൻ്റെ കൂടെ -2 കൂട്ടണം. നമുക്ക് നാം ഈ പറഞ്ഞ കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാം അല്ലേ. 2 വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകളാണ് കൂട്ടുന്നത് അല്ലേ. 6-ഉം -2-ഉം തമ്മിൽ കൂട്ടണം. അപ്പം എന്ത് എഴുതാം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം. 6-ൽ നിന്ന് 2 കുറച്ചു, 4, വലുതിൻ്റെ ചിഹ്നം പ്ലസ്. നമ്മൾ പ്ലസ് ഇടേണ്ട കാര്യമില്ല, പ്ലസ്. ഇനി 10 + -3 ഇതും അതേ രൂപത്തിൽ തന്നെ അല്ലേ. 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടാൻ പറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം. 10-ൽ നിന്ന് 3 കുറച്ചു, 7, വലുതിൻ്റെ ചിഹ്നം പ്ലസ്. ഇനി നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിലോ? ഇപ്പോൾ 10 - -2 ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ 10-ൽ നിന്ന് കുറയ്ക്കണം, -2-നെ കുറയ്ക്കണം അല്ലേ. അപ്പോൾ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇതേ രൂപത്തിൽ 2 നെഗറ്റീവുകൾ എടുത്തു വന്നു. കണ്ടില്ലേ? 2 നെഗറ്റീവുകൾ എടുത്തു വന്നാൽ എപ്പോഴും അതെന്തായിരിക്കും? അത് പോസിറ്റീവായി മാറും. അപ്പോൾ ഇതെന്തായി മാറും? 10 - -2 എന്നുള്ളത് 10 + 2 എന്നായി മാറും. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 10 + 2 12.
ഇനി 7 മൈനസ് -3 കണ്ടില്ലേ, രണ്ട് നെഗറ്റീവ് ഇങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആകും. അപ്പോൾ 7 + 3 = 10. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം വരും, എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ പ്ലസും മൈനസും അടുത്ത് വന്നല്ലോ അല്ലേ? ആ ചോദ്യത്തിന് നമുക്ക് ഇതേ ഉത്തരം തന്നെയാണ്. എന്ത്, രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താവും? പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് നെഗറ്റീവ് തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇത് എന്തായി മാറും? നെഗറ്റീവായി മാറും. നമുക്ക് എങ്ങനെ എഴുതാം? 6 പ്ലസും മൈനസും അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ -6 - 2, അപ്പോഴും നമുക്ക് 4. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് 4 തന്നെയാണ് ഉത്തരം കിട്ടുക. ഇവിടെ രണ്ട് മൈനസുകൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ പ്ലസ് ആയിട്ട് മാറും. ഇനി 8 - -4, 8 രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നു, അപ്പോൾ +4 12. ഇനി 3 - -3 ഇങ്ങനെ വന്നാലോ എന്ത് വരും? 3 മൈനസ് അടുപ്പിച്ച് വന്നു, +3 = 6. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ -5 എത്രയായിരിക്കും ഇത്? -2 നെഗറ്റീവ് അടുപ്പിച്ച് വന്നു അല്ലേ? അതായത് +5 ആണ്. അപ്പോൾ ഇത് +5 മാറി. ഇനി ഇത് വ്യത്യസ്തങ്ങളാണെങ്കിലോ നാം ഇവിടെ പറഞ്ഞ പോലെ നോക്കിയേ, ഇവിടെ +-5 ഇങ്ങനെ വന്നാലോ, പ്ലസ് ഇൻറ്റു മൈനസ് വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും -5. ഇനി -+5 ആയെങ്കിലോ ഇങ്ങനെ വന്നാലോ, ഇവിടെയും വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലേ? അപ്പോൾ എന്ത് വരും? -5. ഇനി ++5 എന്ത് വരും? ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ? ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എപ്പോഴും പ്ലസ് തന്നെ, +5. അപ്പം ഇവിടെ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ, അതായത് രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നാലും രണ്ട് പ്ലസുകൾ അടുപ്പിച്ച് വന്നാലും എന്തായിരിക്കും? ആൻസർ പ്ലസ് തന്നെയായിരിക്കും. അപ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാലോ അത് നെഗറ്റീവ് ആവും. ഇനി നമുക്ക് -4 -4 ഇങ്ങനെ വന്നാലോ, -4 രണ്ട് മൈനസ് അടുപ്പിച്ചു വന്നു അല്ലേ? അപ്പോൾ ഇത് +ആയി, +4. അപ്പം -4 + 4 എത്രയാണ്? 0. അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം വരാം, ഈ രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നു അല്ലെങ്കിൽ രണ്ട് പ്ലസ് അടുപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ -4 -2 അല്ലേ? ഇവിടെ രണ്ട് മൈനസ് അടുപ്പിച്ചല്ലേ വന്നത് എന്ന് ചോദിക്കാം. ഇവിടെ രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നിട്ടില്ല. കാരണം എന്താ? ഈ -4 ഇതിൻ്റെ നെഗറ്റീവാണിത്, ഇതിൻ്റെ നെഗറ്റീവാണിത്. അപ്പോൾ ഈ രണ്ട് നെഗറ്റീവിൻ്റെ ഇടയിൽ എന്താണ്ട്? ഒരു സംഖ്യ ഉണ്ട് അല്ലേ? 4 ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ട് നെഗറ്റീവ് ഉണ്ടില്ല, അടുപ്പിച്ച് വന്നു. ഇവിടെ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോഴാണ് നാം എന്ത് പറയുക? അത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ചുരുക്കത്തിൽ എന്താണ് നാം പറഞ്ഞു നിർത്തിയത്? രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ആ സംഖ്യകൾക്ക് ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എന്തായിരിക്കും? ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂടി കൂട്ടുക, എന്നിട്ട് അതേ ചിഹ്നം തന്നെ ഇട്ട് കൊടുക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വിഷയം അവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലായല്ലോ. അടുത്തായി നമ്മൾ പറഞ്ഞത് ഇതാണ് അല്ലേ? അതായത് ഇപ്പോൾ 10 - -2 ഇതേ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നാം എന്ത് വേണം? ഈ രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നാൽ അതെന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. ഇപ്പോൾ നമ്മൾ കൂട്ടലും കുറയ്ക്കലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ ആദ്യത്തെ പേജിൽ തന്നെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതാണ് നമ്മുടെ പേജ് നമ്പർ 119 ചോദ്യങ്ങൾ. 6 - 8 എന്ത് വരും? വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം അല്ലേ? അപ്പോൾ 8ൽ നിന്ന് 6 കുറയ്ക്കുന്നു, 2 വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിട്ടല്ലോ. ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ അവ തമ്മിൽ കൂട്ടുക, അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇവിടെ നോക്കിയേ, -6 + 8 വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, 8ൽ നിന്ന് 6 കുറയ്ക്കുന്നു, 2 വലുതിൻ്റെ ചിഹ്നം ഏതാണ്? പ്ലസ്. അപ്പോൾ നമുക്ക് പ്ലസ് അത് ഇടണമെന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി എഴുതണം. എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഓർഡർ മാറ്റി എഴുതാം അല്ലേ? അതായത് 8 - 6 എന്ന് എഴുതാം. അപ്പോൾ 8 - 6 2 അങ്ങനെ എഴുതാം. അതല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതേ രൂപത്തിൽ എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, -6 -8 രണ്ടും ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ? എന്ത് വേണം?
രണ്ടും തമ്മിൽ കൂടി കൂട്ടുക. അപ്പോൾ 14 അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക മൈനസ്. ഇനി 2.5 മൈനസ് 3.5 എന്ത് വരും? വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, ഇത് പ്ലസും ഇത് മൈനസും. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 3.5ൽ നിന്ന് 2.5 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? മൈനസ്. മൈനസ് 2.5 പ്ലസ് 3.5 ഇവിടെയും ചിഹ്നം വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 3.5ൽ നിന്ന് 2.5 കുറച്ച് കഴിഞ്ഞാൽ 1. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? പ്ലസ് അല്ലേ? അപ്പോൾ പ്ലസ് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നോക്കിയേ, മൈനസ് 2.5 മൈനസ് 3.5 രണ്ടും നെഗറ്റീവ് നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ എന്ത് വേണം? ഒരേ ചിഹ്നങ്ങളാണ്, രണ്ടും കൂടി കൂട്ടാം. 2.5 3.5 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വന്നു? 2 3 5 1 1 അല്ലേ? അപ്പോൾ 6. ചിഹ്നം രണ്ടും നെഗറ്റീവാണ്, നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഇതിന് കുറേ സ്റ്റെപ്പുകൾ ഇത് കൂട്ടണ്ട, ഇതേ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 126 ചോദ്യങ്ങൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് എക്സ് വൈ എക്സ് പ്ലസ് വൈ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ എക്സിൻ്റെയും വൈയുടെയും വില തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? അതായത് ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടുമ്പോൾ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ അവ തമ്മിൽ കൂട്ടുക, അതേ ചിഹ്നം തന്നെ ഇടുക. ഇനിയോ വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിലോ 1 പ്ലസും 1 മൈനസ് ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. ഈ കാര്യം മാത്രം ഓർമ്മയിലുണ്ടായി മതി ഇപ്പോൾ. അപ്പം ഇങ്ങോട്ട് നോക്കിയാൽ എക്സ് 6 വൈ മൈനസ് 10 അല്ലേ? എക്സ് പ്ലസ് വൈ. അപ്പം എന്ത് വരും? 6 എക്സ് 6 ആണ്, 6 പ്ലസ് മൈനസ് 10. അപ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, കൂട്ടുമ്പോൾ എന്ത് വേണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക അല്ലേ? അപ്പോൾ 10ൽ നിന്ന് 6 കുറയ്ക്കുക, അപ്പോൾ 4, വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പം നമുക്ക് -4. ഇനി -6 10 അല്ലെ? ഇവിടെയും വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, അതായത് -6 പ്ലസ് 10 എക്സ് പ്ലസ് വൈ. അപ്പോൾ എന്ത് വരും? വ്യത്യസ്ത ചിഹ്നങ്ങളായതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, 10ൽ നിന്ന് 6 കുറയ്ക്കുക, അപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. ചിഹ്നം ഏതാണ്? വലുതിൻ്റെ ചിഹ്നം പ്ലസ് അല്ലേ? അപ്പോൾ നമ്മൾ പ്ലസ് ഇടേണ്ട കാര്യമില്ല. ഇനി അടുത്ത എക്സ് ഏതാണ്? -6 പ്ലസ് കൂട്ടണം -10. അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ടും ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ? രണ്ടും നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞത്? അവ തമ്മിൽ കൂടി കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ ഇടുക. അപ്പോൾ 10ഉം 6ഉം 16, അതേ ചിഹ്നം മൈനസ്. ഇനി അടുത്ത് നോക്കിയാൽ എക്സ് എത്രയാണ്? -6 വൈയോ പ്ലസ് വൈ 6. അപ്പോൾ എന്ത് വരും? നമുക്കറിയാം -6ഉം 6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 അല്ലേ? 0. അപ്പോൾ പിന്നെ അടുത്ത് നോക്കിയാൽ 6 എക്സ് 6 പ്ലസ് വൈ എത്രയാണ്? -6. അപ്പോൾ എന്ത് വരും? ഇവിടെയും വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലേ? രണ്ടും 6 തന്നെയാണ്, രണ്ടും കൂടി കൂട്ടുമ്പോൾ 0. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ 6ൽ നിന്ന് 6 മൈനസ് ചെയ്യുക, അപ്പോൾ 0 അല്ലേ? അപ്പോൾ നമുക്ക് 0 അല്ലാത്ത എല്ലാ സംഖ്യകളെയും നമുക്ക് എന്ത് ചെയ്യാം? അത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് എഴുതാം അല്ലേ? 0 മാത്രമേ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് എഴുതാൻ പറ്റാത്തത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ